ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ദൈവത്തിൻ്റെ ഇഷ്ടത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നാം എപ്പോഴെങ്കിലും കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം തൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പല കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നു, ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു, ചില വ്യക്തി ജീവിതങ്ങളിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്ന വിധം, ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം അതിനെ എത്രമാത്രം ഗൗരവത്തോടെ എടുക്കാറുണ്ട് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ നമ്മുടെ അനുസരണമെന്ന് പറയുന്നത് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു യഥാർത്ഥ പരീക്ഷണമാണ്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഓഫ് യുവർ ഫെയ്ത്ത്. നാം അനുസരിക്കുന്നു ഇല്ലയോ എന്ന് കർത്താവ് അറിയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് പരിശോധിക്കുക. ഈ പരീക്ഷണം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നോർക്കണം. അധര ചർവണമെന്ന് നാം പലപ്പോഴും പറയുന്നത് നമ്മുടെ വാഗൊണ്ട്, നമ്മുടെ അധരം കൊണ്ട് നാം ദൈവമുമ്പാകെ പറയുന്ന പല കാര്യങ്ങൾ, എടുക്കുന്ന പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നാം ദൈവത്തോട് പല നേർച്ചകളും നേരാറുണ്ട്, പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയം നമുക്ക് മുമ്പിൽ കടന്നു വരാൻ പോവുകയാണ്. ഡിസംബർ 31-നാണ് അനേക ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എന്നാൽ ഡിസംബർ കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ തീരുമാനങ്ങൾ എത്രമാത്രം ഉറച്ചു നിൽക്കാനായിട്ട് കഴിയുന്നു, എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു, എത്രത്തോളം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു, എത്രത്തോളം അതിനോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവരുടെയും ജീവിതം പരിശോധിച്ചാൽ തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും വളരെയധികം വ്യതിചലിച്ചുള്ളതായ ഒരു ജീവിത ക്രമമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അധരചർവണം കൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസം അനുസരണവും നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും രേഖപ്പെടുത്തുകയില്ലായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എന്താണ് ആ വാക്യം പറയുന്നത്? യെശയ്യാവ് 29-13 ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ ജനം എൻ്റെ അടുത്ത് വരുന്നു, വായ് കൊണ്ടും അധരം കൊണ്ടും അവർ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് കർത്താവ് പറയുന്നില്ല. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ കൽപ്പന അത്രേ. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞല്ലോ. മത്തായിയുടെ സുവിശേഷം 7:21 ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ നോക്കണമേ, സ്വയം വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിമാനിക്കുന്ന, തങ്ങളെ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു കൂട്ടർ, അവരാണ് കർത്താവേ കർത്താവേ എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നവർ എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്. നാം അങ്ങനെയുള്ളവരാണോ? നാം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ലേ? നാം ആരാധിക്കുന്നവരല്ലേ? നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ? ആമേൻ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു പരാമർശം ധന്യനായ പൗലോസ്ലീഹ നടത്തിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. എന്നിട്ട് പറയുന്നു 3-ാം വാക്യത്തിൽ, നാമല്ലോ പരിച്ഛേദനക്കാർ. ഹല്ലേലൂയ. ഫർദർ പറയുന്നു, എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും
ആമേൻ. നാം പരിച്ഛേദനക്കാരാണ്. ഹൃദയപരിച്ഛേദന എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഈ സംസാരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നവരാണ്. എന്നിട്ട് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ നാം കൽപ്പനകൾ അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നവരാണോ? നാം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയുടെ അതിൻ്റെ നിയമാവലികളും അതിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. അതൊക്കെ പഠിക്കുന്ന വളരെ എളുപ്പമായിരിക്കാം. ഒരുപക്ഷെ കുറെ കൂടെ കടന്ന് ചിന്തിച്ചാൽ, കുറച്ച് നന്നായിട്ട് അധ്വാനിച്ചാൽ, ഒരല്പം പരിശ്രമിച്ചാൽ നമുക്ക് ബൈബിളിലെ വാക്യങ്ങൾ കുറേ അധികം കാണാതെ പഠിക്കുവാനായിട്ട് സാധിക്കും. നല്ലതാണ്, ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പഠിച്ച് നമ്മുടെ കൂടിവരവുകളിൽ തെറ്റുകൂടാതെ പറഞ്ഞ പല ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഉദാഹരണമായി 119 സംഗീതത്തിൽ മുഴുവൻ കാണാതെ പറയുന്ന ആളുകളുണ്ട്. കോമ്പറ്റീഷനിലൊക്കെ അവർക്ക് ടാലൻറ്റ് ടെസ്റ്റിലൊക്കെ നല്ല സമ്മാനമൊക്കെ വാങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓക്കെ. എന്തിനധികം പറയുന്നു, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പല പാട്ടുകളും അല്ലെങ്കിൽ ആരാധനയുടെ പല ചടങ്ങുകളും ചിട്ടകളും ഒക്കെ എല്ലാം നമുക്ക് കാണാതെ അറിയാം. ഇതൊക്കെ വളരെയധികം ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒന്നാണോ ദൈവഹിതം അനുസരിക്കുക എന്നുള്ളത്? കുറേ പാട്ടുകൾ അറിയാമെന്നുള്ളത് കൊണ്ടോ, ആരാധിക്കുവാൻ അറിയാമെന്നുള്ളത് കൊണ്ടോ, നല്ല ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് വചനം ഇങ്ങനെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി പ്രസംഗിക്കുവാൻ അറിയാം, ഞാൻ പറയുന്നത് പോലെ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അപ്പോൾ ദൈവഹിതം അനുസരിക്കുക എന്നുള്ളത് ഇത്ര എളുപ്പമായ ഒരു സംഗതിയാണോ? ഒരുപക്ഷെ അത് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നമുക്കറിയാം, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവേദനായിത്തീരുമ്പോൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവും രക്ഷിതാവുമായി താൻ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് വസിക്കുവാനായിട്ട് കടന്നു വരുന്നു. രക്ഷിക്കപ്പെട്ടതായ അല്ലെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ടതായ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നാം അറിയാനും അതിനെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അനുസരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ആ വ്യക്തിയെ അതിന് പ്രാപ്തനാക്കുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് enabling that person or empowering that person to completely obey the will of God. ദൈവഹിതത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ ആ വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നതായ ദൈവസ്നേഹം ദൈവത്തെ അനുസരിക്കുവാനും മറ്റുള്ളവരെ സേവിക്കുവാനും കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഒക്കെ അവരെ പ്രാപ്തരാക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഇവിടെ യാക്കോബ് പറയുന്നത് വചനത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. യാക്കോബിൻ്റെ ലേഖനത്തിൽ എൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 19 തൊട്ട് നമുക്ക് വായിക്കാം. 19 തൊട്ട്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യന് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് ആവശ്യമുള്ളവനായിരിക്കട്ടെ, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ദൈവവചനത്തെ നാം ഏറ്റെടുക്കുന്നവരാണ്, നാം കൈക്കൊള്ളുന്നവരാണ്. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ
പൗലോസ് വളരെയധികം ശ്ലാഘിക്കുന്ന ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസ് അപ്പോസ്തലൻ വളരെയധികം സന്തോഷത്തോടെ ആ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് തെസ്സലോനിയൻസ് അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് 1 തെസ്സലോനിയൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഇങ്ങനെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ആദ്യമായിട്ട് പറയുന്നത് 2-ാം വാക്യം, 1-ാം അധ്യായം 2-ാം വാക്യം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുന്നത്, എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഈ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ. എന്നിട്ട് പറയുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങൾ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി തെസ്സലോനിക്കരുടെ ഇടയിൽ സുവിശേഷം ഇറങ്ങിച്ചെന്നു. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, when you come to verse 13 of chapter 2 of First Thessalonians, അവിടെ വായിക്കുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് വചനം കേൾക്കുവാൻ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മീഡിയയുടെ യുഗത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എസ്പെഷ്യലി COVID-19 ഒരു വരവിന് ശേഷം, അത് നല്ലതോ ചീത്തയോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുമൂലം പല കാര്യങ്ങളും നമുക്ക് ദോഷമാണ്, അല്ലെങ്കിൽ തിന്മയാണ്, അല്ലെങ്കിൽ വേദനാജനകമാണ്, ദുഃഖപൂർണമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൽ കൂടെ ദൈവത്തിന് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനവും ദൈവം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ പ്രവർത്തിച്ച അനുഭവങ്ങളും പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നു ഇതൊരു അനുഗ്രഹമായി നമ്മുടെ ഇടയിൽ വന്നതാണ്. കാരണം ഇതുമൂലം മീഡിയ മിനിസ്ട്രി ഇത്രയും അധികം ഓപ്പൺ ആകുവാൻ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ മിനിസ്ട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റീസിന്, മിനിസ്ട്രിയുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ, ഹല്ലേലൂയ, അനേക ചെവികളിൽ അത് മുഴങ്ങി കേൾക്കപ്പെടുവാൻ തക്കവണ്ണം അവരവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച്, ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് ഈ ദൈവത്തിൻ്റെ തിരുവചനം അവരവരുടെ ഭാഷകളിൽ മുഴങ്ങി കേൾക്കപ്പെടുവാൻ ദൈവമൊരുക്കിയ ഒരു വലിയ അവസരമായിരുന്നു ഈ പ്രത്യേക മഹാമാരിയുടെ സമയമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതാണല്ലോ നമ്മളിപ്പോൾ ഈ മിനിസ്ട്രിയിലൂടെ പറയുന്നതും. അത് അങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണല്ലോ വചനത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു വെച്ചു. സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ വചനം ധാരാളമായിട്ട് പ്രസംഗിക്കപ്പെടുവാൻ, അത് കേൾക്കപ്പെടുവാൻ, അത് വായിക്കപ്പെടുവാൻ, അതിനോട് താതാത്മ്യപ്പെടുവാൻ, അല്ലെങ്കിൽ അത് പരിചയപ്പെടുവാൻ, അതിനെ ഉൾക്കൊള്ളുവാനുള്ളതായ ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. സ്തോത്രം. എത്ര പേരത് ഉപയോഗിക്കുന്നു, എത്ര പേര് അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടുന്നു എന്നുള്ളത് പിന്നത്തെ കാര്യം. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എന്നിട്ട് അവരുടെ പ്രതികരണം നോക്കിക്കോണേ. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവവചനത്തെക്കുറിച്ച് ദൈവവചനം തന്നെ പറയുന്നത്, തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് അതിൻ്റെ 3:14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 2 തിമോത്തി chapter 3 verse 14 onwards, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ തിരുവെഴുത്തുകൾ എന്താണ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ?
രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാണ്. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം തൻ്റെ അമ്മയിലും വല്യമ്മയിലും ഉണ്ടായിരുന്ന അതേ വിശ്വാസം തലമുറയായി പാരമ്പര്യമായി തിമോത്തിയോസിലേക്ക് പകരപ്പെട്ടതെന്ന് പൗലോസ് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. സ്തോത്രം. ആമേൻ. എന്നിട്ട് പറയുന്നു 16 വാക്യം നിശ്ചയം. അതുകൊണ്ട് തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നവനെ നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന അതിൽ നിലനിൽക്കാം. 16 വാക്യം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ. അപ്പോൾ എല്ലാ തിരുവഴുത്തും എന്താണ്? ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ നേരിട്ട് നമുക്ക് തന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ചുറ്റുക പോലെ അടിച്ചു തകർക്കുന്ന വചനമാണ്. ഇത് പാറയെ തകർക്കുന്ന വചനമാണ്. ഇത് അയച്ചകാര്യം സാധിപ്പിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരുന്ന വചനമാണ്. ഇത് അതിവേഗം ഓടുന്ന വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ജീവനും ചൈതന്യമുള്ളതുമായ വചനമാണ്. പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനമാണ്. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം ഇത് ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ഇവിടെ 3:16 വായിക്കുന്നു, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനത്തെ പൗലോസ് അപ്പോസ്തലനും തൻ്റെ കൂടെയുള്ളവരും പ്രസംഗിച്ച് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, പിന്നെയോ സാക്ഷാലാകുന്നത് പോലെ. എന്ന് വെച്ചാൽ അത് എങ്ങനെയാകുന്നു അങ്ങനെ തന്നെ. അപ്പൊ സാക്ഷാലാകുന്നത് എങ്ങനെയാ? ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവം നേരിട്ട് നൽകിയ വചനമാണ്. ഇത് ദൈവത്തിന് ശ്വാസീയമായ വചനമാണ്. ഇത് ദൈവത്തിന്റെ തിരുവെഴുത്താണ്. ഇത് മാറ്റമില്ലാത്തതാണ്. ഇത് സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമാക്കിയിരിക്കുന്നതാണ്. ഇത് ജീവനുള്ള വചനമാണ്. ഇതിരുവായിട്ടുള്ള ഏത് വാടിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ്. ഇത് നിന്റെ പ്രാണനെ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവെക്കും തുളച്ചു ചെല്ലുന്നതാണ്. നിന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസ വചനമാണിത്. നിന്നെ ദൈവവചനാക്കുന്ന വചനമാണിത്. നിന്റെ പാതയ്ക്ക് പ്രകാശമായി, ആമേൻ, നിന്റെ വഴിക്ക് പ്രകാശമായി വിളക്കായി നിനക്ക് വഴി കാണിച്ചിരുന്ന വചനമാണിത്. ഹല്ലേലൂയ. ഈ വചനത്തെ അതിൻ്റെതായ ഗൗരവത്തോടെ, അതിൻ്റെതായ പ്രാധാന്യത്തോടെ, അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി തെസ്സലോനിക്കയിലെ ആളുകൾ അത് മനസ്സിലാക്കി. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവവചനത്തെ നാം എങ്ങനെയാണ് കൈക്കൊള്ളുന്നത്? നാം എങ്ങനെയാണ്, ഹൗ ഡു വി റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്? വാട്ട് ഈസ് അവർ അപ്രോച്ച്? ഈ ദൈവവചനത്തോട് നമ്മുടെ അപ്രോച്ച് എന്താ? നമ്മുടെ സമീപനം എന്താ? ഹല്ലേലൂയ. എന്നും കേൾക്കുന്നത്, ഇന്നലെയും കേട്ടതല്ല, ഇന്നും കേൾക്കാം. ടി വി കേൾക്കാം, പവർ വിഷനിൽ കേൾക്കാം, എവിടെയെല്ലാം കേൾക്കാം, കേട്ടോടി പിന്നെ അത് തന്നെ. ഇന്നലെയും കേട്ടതല്ല, ഇന്നും കേട്ടി. അദ്ദേഹം എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. പ്രിജുഡീസ് ഉള്ളവരായിട്ട് മുൻവിധിയോടെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ എനിക്ക് നേരിട്ടറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇവർ കേട്ട് നോക്കിയേ, ഇവർ ദൈവവചനം അവർ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ആമേൻ. ഒരാൾ വചനം കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. ഒരാൾ വചനം കൈക്കൊണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ദൈവവചനം കേൾക്കാൻ ഒത്തിരി പേര് കൂടി വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ആരും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഒത്തിരി പേര് വന്നു. സ്തോത്രം. ഇപ്പം തന്നെ ഈ ഒരു മെസ്സേജ് ഇവിടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അധികം പേരൊന്നും ഒരു പക്ഷേ ഇത് കേൾക്കാൻ കാണത്തില്ല. എന്നാൽ ഒത്തിരി പേര് ഇങ്ങനെ വന്ന് കമൻസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ആഴമായി ഒന്ന് സ്തുതിക്കുക. ഒത്തിരി പേരുണ്ടല്ലോ, ഒത്തിരി പേര് കേൾക്കുന്നുണ്ടല്ലോ. ആമേൻ. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ വായിക്കുന്നത്? മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ. സാക്ഷാലാകുന്നത് എന്താ? സ്വർഗത്തിലേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത്. സ്തോത്രം. ദൈവം വാക്കുമാറുന്നവനല്ല, ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് ശക്തിയുണ്ട്. അതുപോലെ വചനവും വാക്ക് മാറത്തില്ല. വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് എത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുമുണ്ട്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ
ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുകയും വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, വചനത്തോടുള്ളത് അവരുടെ ആ ക്രിയാത്മകമായ പ്രതികരണം നോക്കിയേ. സ്തോത്രം. ഈ തെസ്സലോനിക്ക സഭയിലുള്ളവരെ ഓർത്ത് പൗലോസിന് വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയുക. എന്നാൽ ഇവരെക്കാളിൽ ഉത്തമന്മാരെ ചിലരെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതും വചനത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 17 വേഴ്സ് 10. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെറോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അപ്പൊ മുമ്പ് നമ്മൾ കണ്ടത് തെസ്സലോനിക്കയിൽ ഉള്ളവരെ കുറിച്ചാണ്. അവർ വചനത്തെ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. എന്നിട്ട് വിശ്വസിച്ച അവരിൽ ആ വചനം നിലനിന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഈ ആളുകൾ തെസ്സലോനിക്കയിലുള്ള ആളുകളെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്താ അവിടെ നന്മ? അവിടെ പറയുന്നത് അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ, അവർ വർണ്ണം പൂർണ്ണ ജാഗ്രതയോടെ വചനം കൈക്കൊണ്ടു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇവരെന്താ കുറച്ചുകൂടെ ഉത്തമൻ, നല്ലവരാണെന്ന് പറയാൻ കാര്യം, കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തോടുള്ളതായ അവരുടെ ആ ഒരു സ്നേഹവും താല്പര്യവും അവരുടെ അറ്റാച്ച്മെന്റ് നോക്കിയ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 31-ാമത്തെ വാക്യം, യോഹന്നാൻ 8:31, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് യേശു പറഞ്ഞത്, തൻ്റെ വിശ്വസിച്ച ആളുകളോട് യേശു പറയുക, നിങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം, ഞാൻ മുന്തിരി വഴി നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സ്തോത്രം. ആമേൻ. 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. ആമേൻ. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെയും പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. നാം ദൈവവചനം കേൾക്കുന്നവരും കാണുന്നവരും മാത്രമാണോ, അതോ അത് ചെയ്യുന്നവർ കൂടിയാണോ? ഹല്ലേലൂയ. നാം വചനം ചെയ്യുന്നവരല്ല എങ്കിൽ യാക്കോബ് പറയുന്നു, നാം നമ്മെ തന്നെ ചതിക്കുന്നവരാണ്. വി ഡിസീവ് അവേഴ്സെൽസ്, വി ചീറ്റ് അവേഴ്സെൽസ്. ആമേൻ. ഇവിടെ യാക്കോബ് പറയുന്നത് ദൈവവചനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനാണ്. നാം പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ വായ കൊണ്ട് സ്തുതിക്കുന്ന ആരാധിക്കുന്നത്, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകളിൽ നാം നടത്തുന്ന സ്തുതി സ്തോത്രങ്ങൾ, ഇതൊന്നും അനുസരണത്തിന് പകരമല്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നല്ലതാണ്. കഴിവുകളും താലന്തുകളും വർഷിപ്പ് ലീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ ഒക്കെ നമ്മൾ വളരെയധികം ദൈവം താലന്തുകൾ തന്നിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ദൈവ പ്രചോദിതമായ കാര്യങ്ങളാണ്, നല്ലത് തന്നെയാണ്. എന്നാൽ നമ്മുടെ അനുസരണത്തിൻ്റെ കാര്യത്തിലോ നമ്മുടെ രക്ഷയുടെ കാര്യത്തിലോ ഇതൊന്നും ഒരു ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് വചനം നമ്മെ അനുശാസിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ മത്തായി 7:24, മാത്യു 7:24, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. യാക്കോബ് പറഞ്ഞെന്താ?
നിങ്ങൾ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരായിരിക്കും. ചെയ്യാതിരുന്നാൽ നിങ്ങൾ തന്നെ ചതിക്കുന്നവരായി മാറും. അപ്പോൾ മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യരാരാണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്യാതിരിക്കുന്നവർ. സ്തോത്രം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അതിൽ വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ, മാർക്ക് 3:35, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് യേശു പറഞ്ഞു. അഗെയിൻ ലൂക്ക് 6:46 നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ 6:46, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? 47, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, അതിലെ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ, പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനം തെസ്സലോനിക്ക സഭക്കാർ വിശ്വസിച്ചതുപോലെ അത് വചനമായിട്ട് തന്നെ കൈക്കൊള്ളുവാൻ, അത് ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ കൈക്കൊള്ളുവാൻ, സാക്ഷാലാകുന്നത് പോലെ കൈക്കൊള്ളുവാൻ. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടോ അത്രയും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. കാരണം ദൈവം പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ആലോചനകളാണ്, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് നമുക്ക് വേണ്ടിയുള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ ഈ മെസ്സേജിനെയും ഈ പേജിൽ തുടർമാനമായി കേൾക്കുവാൻ പോകുന്ന ആളുകളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദിതനായിട്ട് പറയുകയാണ്, ദൈവവചനത്തെ ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ, ലാഘവത്തോടെ, കാഷ്വൽ അപ്രോച്ചായിട്ട് എൻ്റെ മുമ്പിൽ പോകരുത്. എന്നോട് ഞാനൊരു വചനം വായിച്ച് ഏറ്റെടുക്കുമ്പോൾ, ഞാനൊരു വചനം കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, തീർച്ചയായിട്ടും ആ വചനം എന്നോട്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തോട് ഇടപെടുവാനുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കതിനായിട്ട് ഒരുങ്ങാം പ്രിയരെ. യാക്കോബ് പറയുന്നു, ആമേൻ, നിങ്ങൾ വചനം ചെയ്യുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ. കാരണം ഈ വചനം നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ വചനമാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് ബലപ്പെടുത്തുന്ന വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 1 Peter chapter 2:1, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കും. രക്ഷയ്ക്കായി നമ്മളെ വളർത്തുന്ന വചനമാണിത്. സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നാം പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ലോകത്തിൽ നമ്മുടെ അവസാന ശ്വാസം വരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയോ അവസാന ശ്വാസം വരെയോ നാം ഈ വചനം പൂർണ്ണമായി ഏറ്റെടുത്ത് വചനത്തിൽ നിലനിന്നുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരാകും, നിങ്ങൾ സ്വതന്ത്രരാകും. വചനം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വചനം കൂടാതെ ജീവിപ്പാൻ അസാധ്യമാണ് പ്രിയരെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് ബലപ്പെട്ട് വചനത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച് ഓരോ ചുവടും പിഴച്ചു പോകാതെ, ഓരോ ചുവടും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മുമ്പോട്ട് വെക്കണമെങ്കിൽ വചനമാകുന്ന വിളക്ക് നമുക്ക് വേണം, വചനമാകുന്ന പ്രകാശം നമുക്ക് വേണം. ആ പ്രകാശത്തിലാണ് നാം മുമ്പോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഒരു വചനഘോഷണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ശക്തമായിട്ട് ഈ ആലോചന അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ ലാഘബുദ്ധിയോടെ വീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവത്തോടെ കാണുക. അത് നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന, നിന്നെ മുമ്പോട്ട് വളർത്തുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന വചനമാണ്. സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ഈ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ.
ഈ വചനം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ വചനം നമ്മെ പൂർണ്ണ രക്ഷയിലേക്ക് പോകുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.